ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഒരു പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തേർഡ് മോഡ്യൂളിലെ ഒരു പോർഷനാണ്. നമ്മുടെ തേർഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് തേർഡ് മോഡ്യൂൾ, അതിൻ്റെ സിലബസ്. ഈ തേർഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന പോർഷൻസിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് പോർഷൻസാണ് ഈ തേർഡ് മോഡ്യൂളിൽ നിന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ സാധാരണ സെക്കൻഡ് മോഡ്യൂളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോർഷൻസ് ആയിരുന്നു. എന്തുകൊണ്ട് ഈ സിലബസ് ഉണ്ടാക്കിയ ആൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സെക്കൻഡ് മോഡ്യൂളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട 2-3 പോയിൻറ്റ്സ് എടുത്ത് തേർഡ് മോഡ്യൂളിലോട്ടിട്ട് സെപ്പറേറ്റ് മോഡ്യൂളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള തേർഡ് മോഡ്യൂളിലുള്ള പോർഷൻസും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പഠിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പഠിക്കുന്നത് സെക്കൻഡ് മോഡ്യൂളിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ പ്രോഗ്രാം ആക്ച്വലി തേർഡ് മോഡ്യൂളിലുള്ളതാണ്, പ്രത്യേകം സിലബസിൽ മെൻഷൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ 10 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ തേർഡ് മോഡ്യൂളിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ബേസിക്സ് ഓഫ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന പോർഷൻ മാത്രമാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. ബാക്കി ഫുള്ളും സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നതിൻ്റെ ബാക്കിയാണ്. ഈ ഫംഗ്ഷൻ കാൾ ബൈ വാല്യൂവും കാൾ ബൈ റെഫറൻസും ഈ പറയുന്ന രണ്ട് സംഭവങ്ങളും ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് സെക്കൻഡ് മോഡ്യൂളിൽ 3 ടോപ്പിക്സ് ആണുള്ളത്: കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അറേസ്, ഫംഗ്ഷൻസ്. അപ്പോൾ ഈ മൂന്നാമത്തെ ടോപ്പിക്കായ ഫംഗ്ഷൻസിൻ്റെ കൂടെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷൻസാണ്. ഇത് സംഭവം വളരെ ചെറിയ 2 കാര്യങ്ങളാണ്. അത് തേർഡ് മോഡ്യൂളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാക്ടോറിയൽ ഓഫ് എ നമ്പറും ഇൻഫിനിറ്റ് സീരീസും. ഇത് രണ്ടും നമ്മുടെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസാണ്. പിന്നെ സോർട്ടിങ്, സെർച്ചിങ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഈ 3 പ്രോഗ്രാംസാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറേ എന്ന് പറയുന്ന ടോപ്പിക്സിൻ്റെ അകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോഗ്രാംസാണ് ഈ അറേ സോർട്ടിങ്, അറേ സെർച്ചിങ്, എലമെൻറ്റ് സെർച്ചിങ്ങും പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും എല്ലാം. ഇതെല്ലാം സെപ്പറേറ്റ് പ്രോഗ്രാംസാണ്. ഇതും നമ്മൾ മിക്കവാറും സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പോർഷൻസും കൂടെയൊക്കെ പഠിച്ചു പോകും. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ തേർഡ് മോഡ്യൂൾ സത്യം പറഞ്ഞാൽ പുതിയതായിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ബേസിക്സ് ഓഫ് പോയിൻറ്റേഴ്സ് മാത്രമാണ്. ബാക്കി എല്ലാ പോർഷൻസും സെക്കൻഡ് മോഡ്യൂളിൻ്റെ കൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം 10 മാർക്കിനായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് പഠിക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം ഈസിയാണ്. നിങ്ങൾക്ക് പഠിക്കാനെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമേ പുതിയതായിട്ട് പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള ഈ പ്രോഗ്രാമിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങൾക്കറിയാം. ഈ ഫോർ ലൂപ്പിൻ്റെ അത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയുള്ള ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ആ പ്രോഗ്രാമിലുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. നിങ്ങൾ പല പ്രോഗ്രാംസ് നോക്കിയാലും അതിലെല്ലാം സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഒരു 3 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇവിടെ ഇൻറ്റ് i = 1 അത് സാധാരണ എല്ലാത്തിലും വരുന്നതാണ്. ++i എന്ന് പറയുന്ന ഇതും സാധാരണ എല്ലാത്തിലും വരുന്നതാണ്. ഈ ഒരു കണ്ടീഷൻ സാധാരണ കോമൺ ആയിട്ട് ഇത് തന്നെയായിരിക്കും മിക്ക വേയിലും വരുന്നത്. എല്ലാത്തിലും വരുന്നില്ല എങ്കിൽ പോലും മിക്ക പ്രോഗ്രാംസിലും ഈ i <= n എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പുതുതായിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഫാക്ട് ഇൻറ്റു i എന്ന് പറയുന്നത്. ഈ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളാണ്. നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളാണ്. നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആയിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫാക്ടോറിയൽ? ഒരു നമ്പർ തന്നാൽ അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടെത്താൻ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സപ്പോസ് ഇപ്പം 5 എന്ന നമ്പറാണ് നമ്മളിവിടെ കൊടുത്തത്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ ആണ് ഇൻറ്റീജർ നമ്പറും ചോദിക്കുന്നത്. നമ്മൾ സാമ്പിളായിട്ട് 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഉടനെ തന്നെ ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120 എന്നുള്ള സംഭവം ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ 120 എന്ന ആ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ നമ്പർ തന്നാൽ ആ 1 മുതൽ ആ നമ്പർ വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. ഇപ്പം 5 എന്ന് തരികയാണെങ്കിൽ 1 × 2 × 3 × 4 × 5, അപ്പോൾ അത്രയും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ബേസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. അപ്പോൾ ഈ പ്രോഗ്രാം റഫായിട്ടൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് n എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ ഫാക്ട് എന്നും പറഞ്ഞ് ഒരു വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ നമ്മൾ 1 ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ഇവിടെ 0 ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ എപ്പോഴും പ്രോഡക്റ്റ് എടുക്കപ്പോഴും അത് 0 ആയിട്ട് വന്നു. ഇവിടെ ഇനിഷ്യൽ വാല്യൂ 0 ആണെങ്കിൽ ഇൻറ്റു i എന്ന് കൊടുക്കുമ്പോഴേക്കും അത് 0 ആവും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് വീണ്ടും 0 ആവും. അതുകൊണ്ട് എപ്പോഴും 0 എന്ന വാല്യൂ ആൻസർ ആയിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഫാക്ടോറിയൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സംഭവം എന്തിനാണ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത്? ഏത് സിറ്റുവേഷനിലാണ് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത്? നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത്?
സംഭവം നമ്മൾ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുക, ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാരണം കാണും. ഒന്നുകിൽ നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ ഇനിഷ്യലൈസ് ചെയ്യും. ഇവിടെ n എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഇതിവിടെ എൻ്റെ ഇൻറ്റീജർ നമ്പറും ചോദിക്കുമ്പോൾ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, അതിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് n എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ആ വേരിയബിൾ. അപ്പോൾ അതുകൊണ്ട് ആ വേരിയബിളിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേരിയബിൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അതായത് ഈ ഈക്വൽ ടു സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിലും നമ്മൾ ആ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ ഈ വേരിയബിൾ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നിർബന്ധമായും ആ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഒന്നുകിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ ഇൻപുട്ട് വഴി അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിർബന്ധമായും അതിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ ഒരു വാല്യൂ 0 അല്ലെങ്കിൽ 1, നമ്മളിവിടെ 1 വെച്ചാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല എങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഫാക്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പം ചില കമ്പൈലേഴ്സ് അതിന് ഡീഫാൾട്ടായിട്ട് അതിൻ്റെ മെമ്മറിയിൽ എന്തെങ്കിലും ഒരു വാല്യൂ കാണും. ആ വാല്യൂ ആയിരിക്കും ആ വേരിയബിളിൻ്റെ ആ മെമ്മറി സ്പേസിൽ അതവിടെ സ്റ്റോറായി കിടക്കുന്നത്. നമ്മളിവിടെ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ ആ വേരിയബിൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇവിടെ യൂസ് ചെയ്യുന്നത് ആ നേരത്തെ എങ്ങനെയോ സ്റ്റോറായി കിടന്ന ആ മെമ്മറിയിൽ കിടന്ന ആ വാല്യൂ ആയിരിക്കും, ആ ഒരു റാൻഡം വാല്യൂ ആയിരിക്കും അത് യൂസ് ചെയ്ത് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു വേരിയബിൾ നമ്മളെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഒന്നുകിൽ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് ആ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ആയിരിക്കണം. അതല്ല എങ്കിൽ അതിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. ഇത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുന്ന വേരിയബിളിനെ മാത്രമേ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഇവിടെ ഇപ്പം നമ്മൾ ഫാക്ട് എന്ന സംഭവം ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിക്കുന്നുവെങ്കിലും റൈറ്റ് സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ അതിനെ ആദ്യമേ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാതെ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാതെയാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റാൻഡം വാല്യൂ ആയിരിക്കും കിട്ടുന്ന ആൻസറായിട്ട്, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാക്ട് എന്ന് പറയുന്ന ഈ വേരിയബിളിനെ 1 എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്തു. സാധാരണ 0 ആയിട്ടൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, നമ്മുടെ സമ്മിനെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 ആണല്ലോ. പക്ഷേ എന്ന് പറയുന്ന വേരിയബിളിനെ പിന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വേരിയബിളിനെ ഒന്നും 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാറില്ല, 1 എന്നായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. ഞാനത് ഡിക്ലെയർ ചെയ്യില്ല. ഫോർ ലൂപ്പിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ആണ് ഞാൻ ഇൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അവിടെ തന്നെ ഞാൻ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ നമ്പേഴ്സിനാണ് 1 2 3 4 5 ഏതുവരെ നമ്മൾ ഏത് നമ്പറാണോ എൻ്റർ ചെയ്ത് അതുവരെ വേരി ചെയ്യുന്ന ഒരു കൗണ്ടറായിട്ടാണ് ഈ ഐയുടെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്ന തുടക്കത്തിൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. അതിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യപ്പോഴും ഈ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ 5 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആവുകയാണെങ്കിൽ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ ബോഡി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഫാക്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 ഇൻറ്റു ഐയുടെ വാല്യൂ 1 ആണല്ലോ. 1 ഇൻറ്റു 1 എന്ന് പറയുമ്പം ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിനെ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആയി. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. പിന്നെ ട്രൂ ആകുമ്പോഴേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഫാക്ട് എന്ന് പറയുന്ന വാല്യൂ 1 ആയിരുന്നു. അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂ 2 എന്ന് പറയുന്ന ഐയുടെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ആൻസർ 2 എന്ന് കിട്ടുന്നു. അതിൻ്റെ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആക്കുന്നു. 3 ആക്കിയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോഴും ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടും. ഇവിടെ വന്ന് ഈ ഫാക്ട് എന്ന് പറയുന്ന 2, ഇവിടെ ഫാക്ട് എന്ന് പറയുന്നത് 2 ആയിരുന്നു. അപ്പോൾ അതിനെ 3 എന്ന് പറയുന്ന ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ആൻസർ 6 എന്ന് കിട്ടുന്നു. അതിൻ്റെ ഫാക്ട് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഐയെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആക്കുന്നു. പിന്നെ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ട്. പിന്നെ 6 ഇൻറ്റു 4 ഇവിടെ ഫാക്ട് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 4 ആവും. അപ്പോൾ 6 ഇൻറ്റു 4 24 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഫാക്ടിലോട്ട് സ്റ്റോർ ആവുന്നത്. പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 5 ആക്കുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ട്രൂ ആവുന്നു. പിന്നെ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ 24 ഇൻറ്റു 5 എന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 120 എന്ന് കിട്ടും. അത് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 6 ആക്കുന്നു. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. കാരണം ഐയുടെ വാല്യൂ 6 ആയി. പിന്നെ ഈ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തത് പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഫാക്ടോറിയലിനെ ഡിസ്പ്ലേ ചെയ്യാൻ. ഈ ഫാക്ടോറിയൽ ഓഫ് n എന്നുള്ളത് 5 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്ന ഈസ് എന്ന് എഴുതിയിട്ട്
ഈസ് എന്ന് കഴിഞ്ഞിട്ട് ഫാക്ട് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണോ, ഇത് 120 ആണ്, അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഫാക്ടോറിയൽ എത്രയാണെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക, ഈ പ്രോഗ്രാം ഫുള്ളും കാണാതെ പഠിക്കുക, പ്രോഗ്രാം ഫുള്ള് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്നെ എഴുതാൻ അറിയാമായിരിക്കും. പിന്നെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു പോർഷനിൽ മാത്രമേ, ഇത് കൺഫ്യൂഷനായിട്ട് വരുന്നില്ല, നിങ്ങളൊന്ന് എഴുതി ശീലിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എങ്ങനെയാണ് കോഡ് എഴുതേണ്ടതെന്ന് എഴുതി ശീലിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ പഠിക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു 10 മാർക്സിൻ്റെ പ്രോഗ്രാമിൽ. അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ കണ്ടെത്താനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.